സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണ്. ഇയാൾ മുൻപും ലൈംഗിക അതിക്രമ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് രഞ്ജിത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ. എന്നാൽ ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള കരുത്ത് തനിക്കില്ലെന്നും ആരോഗ്യസ്ഥിതി മോശമെന്നുമാണ് പ്രതിയുടെ വാദം. പരാതി വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും രഞ്ജിത്ത് ആരോപിക്കുന്നു. കേസിൽ റിമാൻഡിലായ പ്രമുഖ സംവിധായകൻ ഇപ്പോൾ ജയിലിലാണ്. അതിക്രമം നേരിട്ട ശേഷം അതിജീവിതം മാനസികമായി തകർന്നു പോയെന്നും കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സ തേടിയെന്നുമാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ കാരവിനുള്ളിൽ വെച്ച് അതിക്രമം നടന്നതായാണ് നടിയുടെ പരാതി. സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് അതിക്രമം നേരിട്ട ശേഷം അതിജീവിതം മാനസികമായ ഏറെ പ്രശ്നങ്ങൾ നേരിട്ടെന്നും ഇതിനായി കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സ തേടിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പിന്നീടാണ് അതിജീവിതയും കുടുംബവും പോലീസിൽ പരാതി നൽകിയത്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് നടിക്കെതിരെ അതിക്രമം ഉണ്ടായതെന്നും അതിജീവിതയായ നടി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടതിന് സാക്ഷികളുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറയുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായി. രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചതായാണ് സൂചനയെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അസൈൻമെൻറ്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റായിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നും. ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു രീതിയിൽ കോശായി പോയതാണ്. യുവതിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഇവർ ക്രൂരമായ അതിക്രമം നേരിട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന SIT രൂപീകരിച്ചു. വിശദമായ മൊഴിയെടുത്ത ശേഷം പ്രാഥമിക അന്വേഷണം നടത്തി. പരാതിയിൽ കടമുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് കേസെടുക്കുകയും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൊച്ചിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോകുമ്പോഴായിരുന്നു അറസ്റ്റ്. കൊച്ചി DCP അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിൽ 4-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിജീവിത ആദ്യഘട്ടത്തിൽ വലിയ ആഘാതത്തിലായിരുന്നുവെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCP അശ്വതി ജിജി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ പ്രധാന വാദം. തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള കരുത്ത് തനിക്കില്ലെന്നും രഞ്ജിത്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സിനിമയ്ക്കകത്തും പുറത്തും തനിക്ക് നിരവധി ശത്രുക്കളുണ്ടെന്നും അവരാണ് ഈ കള്ളപ്പരാതിക്ക് പിന്നിലെന്നും അദ്ദേഹം ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. എല്ലാം തെളിയുമെന്ന് മാത്രമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? സമാന വിധത്തിലുള്ള 2 കേസുകൾ മുൻപ് രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. പരാതി ലഭിച്ചതിന് പിന്നാലെ DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മരടിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് മാറ്റി. രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് അനിവാര്യമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരാണെന്നും പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് പോലീസ്.
ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.